ലാസ്റ്റ് നോക്കിയതെന്ന് പറഞ്ഞത് കാരേജ് അല്ലെ, കാരേജ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പാർട്ട് ഉണ്ടായിരുന്നു. ആ കാരേജിനകത്ത് എന്തൊക്കെ വെക്കും എന്ന് പറഞ്ഞ സാധനത്തിൽ ടോപ്പ് സ്ലൈഡ് വരെ പറഞ്ഞായിരുന്നു അല്ലെ. ആ ടോപ്പ് സ്ലൈഡിന്റെ മണ്ടയ്ക്കാണ് ആക്ച്വലി എന്തിനെ കൊണ്ട് നോക്കിയ ടൂൾ പോസ്റ്റ് കൊണ്ട് നോക്കിയ. ടോപ്പ് സ്ലൈഡ് ഉണ്ട്, ആ ടോപ്പ് സ്ലൈഡിന്റെ പുറത്തായിരുന്നു നമ്മൾ എന്തിനെ കൊണ്ട് നോക്കിയ ടൂൾ പോസ്റ്റ് കൊണ്ട് നോക്കിയ. അവിടെ നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പൊ ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടൂൾ പോസ്റ്റ്. എത്ര ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ് നമുക്ക് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ സാധനമാണ് നോക്കാം. ഓരോന്നാട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് സിംഗിൾ വേ ടൂൾ പോസ്റ്റ്. ഇപ്പൊ ഓരോ ടൂൾ പോസ്റ്റ് ഉണ്ട്. ടൂൾ പോസ്റ്റ് എന്തിനാ ഉപയോഗിക്കുന്ന? ടൂൾ പോസ്റ്റ് ഹോൾഡ് ദ ടൂൾ ഓർ ടൂൾ മീൻഡ് ഫോർ ദ ഓപ്പറേഷൻ ടു ബി പെർഫോംഡ് ഓൺ ദ വർക്ക് അല്ലെ. നമ്മുടെ ഉപയോഗിക്കുന്ന ആ വർക്ക് പീസിനകത്ത് നമുക്ക് പെർഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടി ടൂൾ വേണം. അപ്പൊ ആ ഒരു കട്ടിംഗ് ടൂളിനെ പിടിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ആക്ച്വലി എന്ത് കൊണ്ടുവന്ന് വെക്കുക? ടൂൾ പോസ്റ്റ് കൊണ്ടുവന്ന് വെക്കുക. ടൂൾ പോസ്റ്റ് ഇതിന്റെ പുറത്താണ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് സ്ലൈഡിന്റെ പുറത്തായിരിക്കും കൊണ്ടുവന്ന് വെക്കുക. ടൂൾ പോസ്റ്റ് ഈസ് അസംബിൾഡ് ടു ദ ടോപ്പ് സ്ലൈഡ് അല്ലെ. ടോപ്പ് സ്ലൈഡിന്റെ മണ്ടയ്ക്കായിരിക്കും ആക്ച്വലി ടൂൾ പോസ്റ്റ് കൊണ്ടുവന്ന് വെക്കുക. There are three type of tool post most commonly found on the wreath അല്ലെ. മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന 3 ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റുകളാണ്. അതിനെ കുറിച്ചായിരിക്കും നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പറയുന്നത് അമേരിക്കൻ ടൈപ്പ് ടൂൾ പോസ്റ്റ് എന്നോ അല്ലെങ്കിൽ സിംഗിൾ വേ ടൈപ്പ് എന്നും പറയും. അമേരിക്കൻ ടൈപ്പ് എന്നോ അല്ലെങ്കിൽ സിംഗിൾ വേ ടൈപ്പ് എന്നും പറയും. അതിനുശേഷം അടുത്ത് പറയുന്നത് ഫോർ വേ ടൂൾ പോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻഡെക്സിംഗ് ടൈപ്പ് എന്നോ അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ്. ഇതൊക്കെ പറയുന്നത് ഫോർ വേ ടൂൾ പോസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഇൻഡെക്സിംഗ് ടൈപ്പ് ടൂൾ പോസ്റ്റ് എന്നോ അല്ലെങ്കിൽ സ്ക്വയർ ടൂൾ പോസ്റ്റ് എന്നോ നമുക്ക് അടുത്തുണ്ട്. ഇനി അതിനുശേഷം അടുത്ത പറഞ്ഞായിരിക്കും ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ് അല്ലെ. ക്വിക്ക് ചേഞ്ച് ആയിട്ടുള്ള ടൂൾ പോസ്റ്റ്, പെട്ടെന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ് ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ്. നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ആണ് പറഞ്ഞത് സിംഗിൾ വേ ടൂൾ പോസ്റ്റ് അല്ലെ. സിംഗിൾ വേ ടൂൾ പോസ്റ്റ് അതാണ് ഇത് നമ്മൾ പില്ലർ ടൈപ്പ് എന്നൊക്കെ പറയും. പില്ലർ ടൈപ്പ് എന്നൊക്കെ പറയും അല്ലെ. ഒരു പില്ലറിന്റെ രൂപത്തിലൊക്കെ അരിയിരിക്കുന്ന പത്രത്തിലുള്ള സാധനമായിരിക്കും സിംഗിൾ വേ ടൂൾ പോസ്റ്റ് എന്നോ അല്ലെങ്കിൽ അമേരിക്കൻ ടൈപ്പ് ടൂൾ പോസ്റ്റ് എന്നോ അല്ലെങ്കിൽ പില്ലർ ടൈപ്പ് ടൂൾ പോസ്റ്റ് എന്നോ പറയുന്ന ഈ സാധനം. ഇങ്ങനെയാണ് ഇരിക്കുന്ന ടൂൾ പോസ്റ്റ്. ടൂൾ പോസ്റ്റ് ഏറ്റവും അടി ഇപ്പോൾ ടോപ്പ് സ്ലൈഡ് ഉണ്ട്. ആ ടോപ്പ് സ്ലൈഡിന്റെ മണ്ടയ്ക്കായിരിക്കും ടൂൾ പോസ്റ്റിനെ കൊണ്ട് നമ്മൾ അസംബിൾ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും അടിയിലത്തെ ഒരു പാർട്ടായിട്ട് നമുക്ക് പറയുന്ന സാധനം ഒരു റിംഗ് ബേസ് ആണ്. ആ റിംഗ് ബേസിന്റെ പുറത്തായിരിക്കും എന്തിനെ കൊണ്ട് നോക്കിയ റോക്രാം എന്ന് പറഞ്ഞ സെറ്റപ്പ് അല്ലെ. റിംഗ് ബേസ് ആൻഡ് റോക്രാം എന്ന് പറഞ്ഞ സാധനം. ഈ റോക്രാമിന്റെ പുറത്താണ് ആക്ച്വലി എന്തിനെ കൊണ്ട് നോക്കിയ ടൂൾ കൊണ്ട് നോക്കിയ. പക്ഷെ ടൂളിനെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിനെ കൊണ്ട് നോക്കിയാൽ ഇതിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ തന്നെ നമുക്ക് പാക്കിംഗ് പീസസ് ഷിം എന്നോ അല്ലെങ്കിൽ പാക്കിംഗ് പീസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് അല്ലെ. പാക്കിംഗ് പീസ് എന്നോ അല്ലെങ്കിൽ ഷിം എന്ന് പറഞ്ഞിട്ടൊരു സംഗതികൾ നമ്മൾ കൊണ്ടുവന്ന് വെക്കുക. അതായത് ടൂളിനെ പോലെ തന്നെ ഇരിക്കുന്ന കൊച്ചു കൊച്ചു കട്ടകളായിരിക്കും അല്ലെ. നമ്മുടെ ഇരിക്കുന്ന മറ്റേ സ്ലിപ്പ് ഗേജസ് ഒക്കെ പറഞ്ഞ് ഇരിക്കുന്നില്ലേ. അപ്പൊ അതേപോലത്തെ സ്ലിപ്പ് ഗേജ് അല്ല യൂസ് ചെയ്യുന്നത്. പക്ഷെ സ്ലിപ്പ് ഗേജ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എക്സാമ്പിൾ പറഞ്ഞു. സ്ലിപ്പ് ഗേജ് പോലെ ഇരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കട്ടകളുണ്ട്. ആ കുഞ്ഞു കുഞ്ഞു കട്ടകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യിപ്പിക്കാം? ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? റോക്കറാം ഉണ്ട്, റിംഗ് ബേസ് ഉണ്ട്. അതിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഷിം അല്ലെങ്കിൽ പാക്കിംഗ് പീസിന്റെ ഹെൽപ്പോട് കൂടി നമ്മളിലിരിക്കുന്ന എന്താണ് സോളിഡ് ടൈപ്പ് ഓഫ് ടൂൾ ഉണ്ടെങ്കിൽ ആ ടൂളിന് ഇതിനകത്തോട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. പോരാത്തതിന് ഇതിന്റെ പുറത്തൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പില്ലറിന്റെ അറേഞ്ച്മെന്റ് അല്ലെ. ഒരു പില്ലറിന്റെ അറേഞ്ച്മെന്റ് ആകുമ്പോഴത്തേക്കും ഇത് അനങ്ങാതിരിക്കും. എന്നിട്ട് പുറത്തൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ടൈറ്റൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇരിക്കുന്ന ടൂൾ പ്രോപ്പർ ആയിട്ട് അങ്ങ് ഫിക്സ് ചെയ്ത് നിൽക്കും. ഇതാണ് നമ്മുടെ ഇരിക്കുന്ന അമേരിക്കൻ ടൈപ്പ് അല്ലെങ്കിൽ സിംഗിൾ വേ ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റിനകത്ത് പറയുന്നത്. അപ്പൊ റോക്രാമും റിംഗ് ബേസ് ഷിം അതുപോലെ തന്നെ ടൂള് പില്ലർ ആൻഡ് സ്ക്രൂ ഇത്രയേ ഉള്ളൂ ഇതിന്റെ പാർട്ടുകൾ. നോക്കാം. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ സർക്കുലർ ടൂൾ പോസ്റ്റ് ബോഡി അല്ലെ. ഏറ്റവും അടിയിലെത്തിരിക്കുന്ന ഒരു ടൂൾ പോസ്റ്റിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ ആക്ച്വലി സർക്കുലർ ആയിരിക്കും. വിത്ത് എ സ്ലോട്ട് ഫോർ അക്കോമഡേറ്റിംഗ് ദ ടൂൾ ഓർ ടൂൾ ഹോൾഡർ. അതായത് ടൂൾ ഹോൾഡറോ പിടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടൂൾ പിടിപ്പിക്കാം അല്ലെങ്കിൽ ടൂൾ ഹോൾഡറുകൾ അല്ലെ. ടൂൾ ഹോൾഡറിന്റെ അറ്റത്ത് എന്താ വരിക? ഇൻസേർട്ടുകൾ വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻസേർട്ട് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഇൻസേർട്ടുകൾ പിടിപ്പിക്കുന്ന ടൂൾ ഹോൾഡറിലായിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ടൂളിനെ ഡയറക്റ്റ് ആയിട്ട് വെക്കാം അല്ലെങ്കിൽ ടൂൾ ഹോൾഡറുകളെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ സിംഗിൾ വേ ടൂൾ പോസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി നോക്കാം. എ റിംഗ് ബേസ് ആൻഡ് റോക്കറാം ആൻഡ് എ ടൂൾ ക്ലാമ്പിംഗ് സ്ക്രൂ കംപ്ലീറ്റ് ദ അസംബ്ലി വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ റിംഗ് ബേസ് എന്ന് പറഞ്ഞ സാധനം കാണും. അതിന്റെ പുറത്തൂടെ തന്നെ ഒരു റോക്കറാമിന്റെ സെറ്റപ്പ് കാണും. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ടൂളിന്റെ അസംബ്ലി, ഒരു പില്ലറും വിത്ത് സ്ക്രൂവിന്റെയും കൂടെ നമുക്ക് ഇവിടെ പരിപാടി അങ്ങ് തീരുകയാണ്. നോക്കാം. ദ ടൂൾ ഈസ് പൊസിഷൻഡ് ഓൺ ദ റോക്കറാം ആൻഡ് ക്ലാംപ്ഡ് അല്ലെ. റോക്കറാമിന്റെ പുറത്തായിരിക്കും ടൂളിനെ പൊസിഷൻ ചെയ്യുക പിന്നെ ക്ലാമ്പ് ചെയ്യുക. ദ സെൻട്രൽ ഹൈറ്റ് ഓഫ് ടൂൾ ടൂപ്പ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റോക്കറാം ആൻഡ് റിംഗ് ബേസ്. അപ്പം ഇദ്ദേഹത്തിന്റെ സെൻട്രൽ ഹൈറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുന്നുണ്ട്? റിംഗ് ബേസും അതുപോലെ തന്നെ റോക്കറാമിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ സെൻട്രിങ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെന്റർ ചെയ്തിരിക്കുന്ന രീതിയിൽ ഇദ്ദേഹത്തിന് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ടൂളിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെന്ററിങ് അറേഞ്ച്മെന്റ് ചെയ്യുന്നത് എന്തിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും? റോക്കറാമിന്റെയും റിംഗ് ബേസിന്റെയും ഹെൽപ്പോട് കൂടിയായിരിക്കും. ഓൺലി വൺ ടൂൾ ക്യാൻ ബി ഫിക്സഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ടൂൾ. ഓൾറെഡി നമുക്ക് പേര് പോലെ തന്നെ ഇതിന്റെ സിംഗിൾ വേ ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി വൺ ഒരൊറ്റ ടൈപ്പ് ഓഫ് ടൂളുകളെ മാത്രമേ ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. റിജിഡിറ്റി ഓഫ് ദ ടൂൾ
ലെസ് ആസ് ഇറ്റ് ഇസ് ക്ലാംഡ് വിത്ത് ഓൺലി വൺ ബോൾട്ട് അല്ലെ, ഒരൊറ്റ ബോൾട്ട് കൊണ്ട് മാത്രം ഇത് കണക്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും അല്ലെ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു തട്ടോ മുട്ടോ വന്നു കഴിഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, അസംബ്ലിയിൽ നിന്നും ചിലപ്പം ഇത് തെന്നി മാറാനുള്ള ഒരു സാധ്യതകൾ കൂടുതലാണ് എന്നുള്ള സംഭവം കൂടെ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത് ഏറ്റവും എന്താണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന സംഭവമല്ല, എന്നാലും ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ മതി. ഭയങ്കര പാടാണ് അല്ലെ, സെന്ററിങ് ഒക്കെ ചെയ്യിപ്പിക്കാനും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ കുറച്ച് പാടുള്ള സംഭവമാണ് ഈ ഒരു സിംഗിൾ വേ ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ ടൈപ്പിന് ഇൻഡെക്സിംഗ് ടൈപ്പ് എന്നോ അല്ലെങ്കിൽ ഫോർ വേ ടൂൾ പോസ്റ്റ് എന്നായിരിക്കും പറയുന്നത് അല്ലെ. ഇൻഡെക്സിംഗ് ടൈപ്പ് എന്നോ ഫോർ വേ ടൂൾ പോസ്റ്റ് എന്ന് പറയും. ഓൾസോ കോൾഡ് സ്ക്വയർ ടൂൾ പോസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഫോർ വേ ടൂൾ പോസ്റ്റ് എന്ന് പറയും. ഇൻഡെക്സിംഗ് ടൈപ്പ് എന്നോ ഫോർ വേ എന്നോ അതുപോലെ തന്നെ സ്ക്വയർ ടൈപ്പ് എന്ന് പറയും. നോക്കാം, ഫോർ ടൂൾ ക്യാൻ ബി ഫിക്സഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ് ആൻഡ് എനി വൺ ക്യാൻ ബി ബ്രോട്ട് ടു ദ ഓപ്പറേറ്റിംഗ് പൊസിഷൻ ആൻഡ് സ്ക്വയർ ഹെഡ് ഈസ് ക്ലാംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലോക്കിംഗ് ലിവർ. അപ്പം ഇതിൽ അടുത്ത പറയുന്ന സംഭവം എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിനകത്ത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലെ. ഇതിനകത്ത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെ 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 കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഒരു ബോൾട്ടും ഒരു നട്ടും ബോൾട്ടിന്റെ ഹെൽപ്പ് ഉണ്ട്. ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അറ്റ് എ ടൈം തന്നെ നാല് ടൈപ്പ് ഓഫ് എന്തിനെ കൊണ്ടൊന്നും വെക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ ഇരിക്കുന്ന ടൂളുകൾ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും അറ്റ് എ ടൈം തന്നെ. അപ്പൊ ഈ നാലെണ്ണത്തിനെ കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് പറയുന്നത് ഇപ്പോൾ ടർട്ട് ലോക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും ഇതാക്കുന്നത്. ടർട്ട് എന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞത് ഒന്നിലധികം ടൂളിനെ ഇതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇതിനെ ടർട്ട് എന്ന് തന്നെ പറയുന്നത്. അപ്പം ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിലധികം ടൂളിനെ അറ്റ് എ ടൈം ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് കുറച്ചുകൂടെ റിജിഡിറ്റി ഉണ്ട്. അതായത് ഇതിനകത്ത് ഒരു സ്ക്രൂവിന് പകരം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് മോർ ദാൻ വൺ അല്ലെ, ഒന്നിൽ കൂടുതൽ സ്ക്രൂകൾ കൊണ്ടായിരിക്കും ഇതിനെ ടൈറ്റൻ ചെയ്യുന്നത്, നമ്മുടെ ഇരിക്കുന്ന ആ ഒരു ടൂളിനെ ടൈറ്റൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ റിജിഡിറ്റി ഭയങ്കര അത്യാവശ്യം കൊള്ളാം അല്ലെങ്കിൽ അത്യാവശ്യം നല്ല റിജിഡിറ്റി ഉള്ള ടൈപ്പ് ഓഫ് ടൂൾ ആയിരിക്കും ഇൻഡക്ഷൻ ടൈപ്പ് ഓഫ് ടൂൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി നോക്കാം, ബൈ ലൂസനിങ് ദ ലോക്കിംഗ് ലിവർ ദ നെക്സ്റ്റ് ടൂൾ ക്യാൻ ബി ഇൻഡക്സ്ഡ് ആൻഡ് ബ്രോട്ട് ടു ദ ഓപ്പറേറ്റിംഗ് പൊസിഷൻ. അതായത് ഇതിന്റെ ആ ഒരു ബൈ ലൂസനിങ് ദ ലോക്കിംഗ് ലിവർ അല്ലെ, ഇതിനകത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ലോക്കിംഗ് ലിവർ ഉണ്ടെങ്കിൽ ആ ലോക്കിംഗ് ലിവറിനെ നിങ്ങൾ ലൂസൻ ചെയ്തിട്ട് ഇതിനെ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ആ ഒരു ടൂളിനെ ഈസിൻ കോൺടാക്ട് ചെയ്താൽ, ഇപ്പൊ നമുക്ക് ഒരു ഓപ്പറേഷന് വേണ്ടിയുള്ള ടൂൾ ഉപയോഗിക്കും, അടുത്ത ഓപ്പറേഷന് വേണ്ടിയിട്ട് അടുത്ത ടൂൾ എടുത്ത് സെറ്റ് ചെയ്യുന്നതിന് പകരം ഇതിനെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ടൂള് ഈസിൻ കോൺടാക്ട് വിത്ത് വർക്ക് ആവുമെന്നാണ് പറയുന്നത്. ഇനി എന്റെ പ്രത്യേകത പറയുന്നത് ഇൻഡക്സിംഗ് മേ ബി മാനുവൽ ഓർ ഓട്ടോമാറ്റിക്. ഒന്നെങ്കിൽ ഇൻഡക്സിംഗ് ചെയ്യിപ്പിക്കുന്നത് മാനുവൽ ആയിരിക്കും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിരിക്കും. ഇൻഡക്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, ആ ടൂളിനെ കറക്കി വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഒന്നെങ്കിൽ മാനുവലി നമുക്ക് ഇതാക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇൻഡക്സിംഗ് ടൂൾ പോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ ഇൻഡക്സിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ഫോർ വേ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റ് എ ടൈം തന്നെ നാലെണ്ണം വരുന്നു. The advantage are each tool is secured in the tool post by more than one bolt, so rigidity is more അല്ലെ, ഒന്നിൽ കൂടുതൽ ബോൾട്ടുകൾ കൊണ്ടായിരിക്കും ഈ ഒരു നമ്മുടെ ഇരിക്കുന്ന ടൂളിനെ ഇതിനകത്ത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ റിജിഡിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം കൂടുതലാണ്. ഇനി frequent changing of the tool for different operation need not to be done as the four tools can be clamped simultaneously. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നാല് ടൂളുകൾ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പിടിപ്പിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ അതിപ്പോ നമുക്ക് ഓരോ ടൂളുകളെ എടുത്തെടുത്ത് മാറ്റി വെക്കേണ്ടിയിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈം ഇല്ലേ, അത് നമുക്ക് വേണമെങ്കിൽ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് സിംഗിൾ വേ ടൂൾ പോസ്റ്റില് അറ്റ് എ ടൈം തന്നെ നാല് ടൂളുകൾ നമുക്ക് വെക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ, ഒരു ടൂളല്ലേ വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം തന്നെ നാല് ടൂളുകൾ വെക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ലാഭിച്ചു കിട്ടുന്നതാണ് അറിയപ്പെടുന്നത്. Disadvantage, thus the skill is required to set the tool and it takes more time to set to the center height. അതായത് രണ്ട് ഡിസഡ്വാൻറ്റേജ് ആണുള്ളത്. ഈ ടൂളുകളെ പ്രോപ്പർ ആയിട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ ടൂളുകളെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്കില്ലും കാര്യങ്ങളും ആവശ്യമാണ്. അത് പോരാത്തതിന് നമുക്ക് എന്ത് ചെയ്യും, ഇദ്ദേഹത്തിന്റെ സെന്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ ആ സെന്റർ ഹൈറ്റിലോട്ട് ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് എത്തിക്കണം അല്ലെ. സെന്ററിങ് എന്ന് പറഞ്ഞ പ്രോസസ്സില് നമുക്ക് അതിനെ പ്രോപ്പർ ആയിട്ട് സെന്റർ ഹൈറ്റിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളത് അതും പ്രയാസകരമായിട്ടുള്ള സംഭവമാണ്. നല്ലൊരു സ്കില്ലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇത് അറിഞ്ഞിരിക്കുക, എന്താണ് സംഭവം എന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? കുറച്ചുകൂടെ റിജിഡിറ്റിയും കാര്യങ്ങളും കൂടുതലായിട്ടുള്ള ടൈപ്പ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന എന്തായിരിക്കുന്ന ഫോർവേഡ് ടൂൾ പോസ്റ്റ് അല്ലെങ്കിൽ ഇൻഡക്സിംഗ് ടൈപ്പ് ടൂൾ പോസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടൂൾ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ പേരുകൾ അറിഞ്ഞിരിക്കുക, ആ പേരുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. പേരുകൾ എന്തായാലും പഠിച്ചു വെക്കണം. അപ്പൊ പേരുകൾ പറയുമ്പോൾ തന്നെ അവർ ഫ്ലാറ്റ് ആവും. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അടുത്ത മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ് അല്ലെ. ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇതായിരിക്കും. അതായത് ഈ ഒരു സെറ്റപ്പ് ഫുള്ളി അങ്ങ് എടുത്ത് മാറ്റുന്ന ടൈപ്പ് ഓഫ് ഇതായിരിക്കും ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ്. ഈ ഒരു ടോട്ടൽ സെറ്റപ്പിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടൂൾ ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടോട്ടൽ സെറ്റപ്പിനെ എടുത്ത് മാറ്റിയിട്ട് പകരം എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തൊരു ടൂളിന് വേണ്ടിയിട്ട് ഈ ടോട്ടൽ സെറ്റപ്പിനെ അങ്ങനെ കൊണ്ടുവന്ന ഒരു ടൂൾ പോസ്റ്റിന്റെ എവിടെയാണോ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവിടെ അങ്ങനെ അങ്ങ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പൊ ഇതെന്താണ് കുറച്ചുകൂടെ ടൈം കൺസംഷനും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് ഓൾറെഡി നമ്മൾ ഒരു പ്രാവശ്യം സെൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. അതാണ് ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ്. നോക്കാം, മോഡേൺ ലെയ്ത്ത് ആർ പ്രൊവൈഡഡ് വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ്. നോക്കാം, ഇൻസ്റ്റെഡ് ഓഫ് ചേഞ്ചിങ് ദ ടൂൾസ് അല്ലെ, ടൂൾസുകളെ ചേഞ്ച് ചെയ്യുന്നതിന് പകരം ദ ടൂൾ ഹോൾഡർ ഇസ് ചേഞ്ച്ഡ് ഇൻ വിച്ച് ദ ടൂൾ ഇസ് ഫിക്സഡ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ടൂളിനെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾഡറുകളെ മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനകത്തായിരിക്കും ടൂളിനെ നിങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടൂളിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൂൾ ഹോൾഡറുകളായിരിക്കും ഇതിനകത്തോട്ട് മാറ്റി മാറ്റി കൊടുക്കുക. ദിസ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് റിക്വയർസ് എ നമ്പർ ഓഫ് ടൂൾ ഹോൾഡർ. അപ്പോൾ ഒന്നിലധികം മോർ ദാൻ വൺ ടൂൾ ഹോൾഡറുകൾ വരുന്ന ആ ഒരു സംഗതി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അത്രയും ടൂൾ ഹോൾഡറുകൾ വേണം. അതായത് ഒരു ഓപ്പറേഷൻ അല്ലെ, നമുക്ക് ഒരു ലെയ്ത്തില് നമ്മൾ ടേണിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ടൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫേസിങ്ങിന് മറ്റൊരു ഓപ്പറേഷനിൽ മറ്റൊരു ടൂൾ ഉപയോഗിക്കും. അതേസമയം ഫോം ടൂൾ ഉപയോഗിച്ചിട്ട് ചിലപ്പം ടേപ്പർ ടേണിങ്ങോ എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ ഇരിക്കുന്ന സാധനത്തിൽ ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ് ആണെങ്കിൽ മോർ ദാൻ വൺ ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ് നമ്മുടെ ഉണ്ട്. അപ്പൊ അതിൽ മോർ ദാൻ വൺ ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇരിക്കുന്ന ടൂളുകളെ ഓരോ ടൂൾ പോസ്റ്റുകളിലായിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഈ ടൂൾ പോസ്റ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഓരോ ഓപ്പറേഷൻ അനുസരിച്ചിട്ട് ടൂൾ പോസ്റ്റുകളെ മാറ്റി മാറ്റി കൊടുക്കുന്ന ഒരു സാധനമായിരിക്കും ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റിൽ പറയുന്നത്. ഇനി നോക്കാം, എക്സ്പെൻസീവ് റിക്വയർസ് എ നമ്പർ ഓഫ് ടൂൾ ഹോൾഡർ അല്ലെ, ഒന്നിലധികം ടൂൾ ഹോൾഡറുകളും കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. ബട്ട് ഇറ്റ് ഹാസ് അഡ്വാൻറ്റേജസ് ഓഫ് ഈസ് വിത്ത് ഈച്ച് ക്യാൻ ബി സെറ്റ് ടു ദ സെന്റർ ഹൈറ്റ് ആൻഡ് ഹാസ് ദ ബെസ്റ്റ് റിജിഡിറ്റി ഓഫ് ദ ടൂൾ അല്ലെ. നമുക്കിപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ടൂൾ പോസ്റ്റ് എന്ന സാധനമായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മൂന്നും ക്ലിയർ അല്ലേ? ഒരെണ്ണ പറയാം. ഒരു ടൂൾ ഹോൾഡറിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടൂൾ നോക്കാം. ഇത് തന്നെ ഇതാണ് ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ്. ഇതാണ് ടൂൾ പോസ്റ്റ്. ഇതിന്റെ ഇടയ്ക്കായിരിക്കും നിങ്ങൾ എന്തിനെ കൊണ്ടുവന്ന് നോക്കിയാൽ ടൂൾ കൊണ്ടുവന്ന് നോക്കിയാൽ അല്ല, ഈ സാധനമാണ് ടൂൾ ഹോൾഡർ. ടൂൾ ഇല്ലാത്ത ഹോൾഡ് ചെയ്യിപ്പിക്കാൻ, ടൂളിനെ ഹോൾഡ് ചെയ്യിപ്പിക്കാനുള്ള സാധനം. അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ടോട്ടൽ സാധനത്തിനാണ് നിങ്ങൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. പിടിപ്പിക്കുക, മാറ്റുക, പിടിക്കുക, മാറ്റുക, പിടിക്കുക, മാറ്റുക. ഓക്കെ അല്ലേ? ടൂൾ ഹോൾഡറിനെ ചേഞ്ച് ചെയ്യുക, അതാണ് കുറച്ചുകൂടെ ഇതായിട്ടുള്ള സംഭവം. ടൂൾ ചേഞ്ച് ചെയ്യുന്നതിന് പകരം ടൂൾ ഹോൾഡർ ആയിട്ട്, അതായത് ടോട്ടൽ സെറ്റപ്പിന് അതെ, അതായത് ഒരു പ്രാവശ്യം സെന്റർ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ സെന്റർ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള സംഭവമാണ്. മറ്റേതിൽ അങ്ങനെയല്ല, ഓരോ ടൂളുകൾ മാറ്റുന്ന അനുസരിച്ചിട്ട് അതെ, ഒരേപോലെ ആയിരിക്കും. കാരണം യൂണിവേഴ്സൽ എന്നല്ലേ പറയുന്നത്, പേര് തന്നെ കൊടുത്തിരിക്കുന്ന സാധനം യൂണിവേഴ്സൽ എന്നാണ്. അപ്പൊ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞത് എല്ലാത്തിന്റെയും ഇത് നമ്മൾ ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും സെയിം എഫക്ട് തന്നെ വരണം. ഓക്കെ, ഇനി ഇതിനകത്തൊരു എക്സ്ട്രാ ആയിട്ട് ഒരു സാധനം കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ബ്രിട്ടീഷ് ടൈപ്പ് ടൂൾ പോസ്റ്റ് എന്നാണ്. അപ്പൊ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ കൊടുത്തു. നമ്മൾ ഓൾറെഡി സിംഗിൾ വേ ടൂൾ പോസ്റ്റ് പഠിച്ചു. പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടെ റിജിഡിറ്റി, അപ്പം സിംഗിൾ വേ ടൂൾ പോസ്റ്റിനകത്ത് നമ്മൾ പറഞ്ഞു റിജിഡിറ്റി കൺസേൺ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഫാക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ഒന്നുകൂടെ ഒന്ന് മാനിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ആക്ച്വലി ഉണ്ടാകുന്നത്, ബ്രിട്ടീഷ് ടൈപ്പ് ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കാം. അപ്പൊ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ബ്രിട്ടീഷ് ടൈപ്പ് ഓഫ് ലെയ്ത്തുകൾ ഉണ്ട് കേട്ടോ. ബ്രിട്ടീഷ് ടൈപ്പ് ഓഫ് ലെയ്ത്തുകളിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ വർക്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആപ്ലിക്കേഷന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ എന്താണ് ഒരൊറ്റ ടൂൾ വരുന്ന ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും ബ്രിട്ടീഷ് ടൈപ്പ് ടൂൾ പോസ്റ്റ്. ഓൾസോ ആസ് എ പ്രൊവിഷൻ ഫോർ ഓൺലി വൺ ടൂൾ ടു ബി ക്ലാംഡ് ഫോർ പെർഫോമിംഗ് ദ ഓപ്പറേഷൻ അല്ലെ. നമുക്ക് ഒരൊറ്റ ടൂളുകളെ മാത്രമേ ഇതിനകത്ത് ക്ലാമ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള സാധനം കൂടെ പഠിച്ചു വെക്കാം. ദിസ് ഈസ് മോർ റിജിഡിറ്റി വെൻ കമ്പയർഡ് ടു ദ പില്ലർ ടൈപ്പ് ടൂൾ പോസ്റ്റ്. നമ്മൾ ഒന്നാമത്തെ ടൈപ്പ് പറഞ്ഞത് പില്ലർ ടൈപ്പ് ആയിരുന്നു. ആ പില്ലർ ടൈപ്പിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ റിജിഡിറ്റി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതലാണെന്നാണ് പറയുന്നത്. നോക്കാം, ടൂൾ ഈസ് ഹെൽഡ് പൊസിഷൻ ബൈ ദ ഫ്ലാറ്റ് ക്ലാമ്പ്. നോക്കി, ഇതിനകത്തൊരു ഫ്ലാറ്റ് ക്ലാമ്പ് ഉണ്ട് അല്ലെ, ഒരു ക്ലാമ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതാണ് ഫ്ലാറ്റ് ക്ലാമ്പ്. ഈ ഫ്ലാറ്റ് ക്ലാമ്പിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും നമ്മളിൽ ഇരിക്കുന്ന ടൂളിനെ ഇതിനകത്തോട്ട് ഹോൾഡ് ചെയ്യുന്നത്. പോരാത്തതിന് ഒരു ഹീൽ പിന്ന് വേണം, ഒരുപോലെ ഒരു ക്ലാമ്പ് ബോൾട്ടും കൂടെ കാണും.
ഈ ഹീൽ പിൻ എന്താ, ഒരു പിന്നാണ് അല്ലെ. അപ്പൊ പിന്നിന് അക്രോസ് ആയിട്ട് ഇതിനെ പിടിച്ച് എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, നമുക്ക് ഇങ്ങനെ തുറന്നിട്ടായിരിക്കും ഇതിനെ ആക്ച്വലി എന്തിനെ കൊണ്ടുവന്ന് വെക്കുക, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് റിമൂവ് ചെയ്തിട്ടായിരിക്കും ഈ ക്ലാമ്പ് ബോൾട്ടിനെ ഒന്ന് തിരിച്ചിട്ട് തുറന്നതിന് ശേഷം ഈ ഹീൽ പിൻ അക്രോസ് ആയിട്ട് ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും ഇതിനെ എന്ത് ചെയ്യുക, ആക്ച്വലി നമ്മളിരിക്കുന്ന ആ ഒരു ടൂളിനെ ഇതിനകത്തോട്ട് കയറ്റി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വീണ്ടും ആ ഒരു ക്ലാമ്പിനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ക്ലാമ്പ് ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടായിരിക്കും ഇതിനെ പ്രോപ്പർ ആയിട്ട് പിടിച്ചു നിർത്തുക. നേരത്തേലാണെങ്കിൽ ഒരൊറ്റ പില്ലർ അല്ലെങ്കിൽ പില്ലറിൽ ഒരൊറ്റ സ്ക്രൂ മാത്രം വരുമ്പോഴത്തേക്കും റിജിഡിറ്റി ഇഷ്യൂ വരുന്നുണ്ട്. ഇവിടെ എന്താ പ്രത്യേകത, ഒരു ടോട്ടലി ഒരു ക്ലാമ്പിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും, ഫ്ലാറ്റ് ക്ലാമ്പിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ആ ടൂളിനെ പിടിച്ചു നിർത്തുക. അപ്പൊ ഇതിനെ നേരത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ റിജിഡിറ്റി വരുന്ന ടൈപ്പ് ആയിരിക്കും എന്തെന്നിരിക്കുന്ന ബ്രിട്ടീഷ് ടൈപ്പ് ടൂൾ പോസ്റ്റ്. പഠിച്ചു വെച്ചിരിക്കുക. Thus requires greater skill in clamping as the adjustment of the heel pin is needed to give a grip on the width of the tool, അല്ലെ. അപ്പൊ ഇതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്, കുറച്ചുകൂടെ സ്കില്ലും കാര്യങ്ങളും കൂടെ ആവശ്യമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി പാക്കിംഗ് സ്ട്രിപ്സ് മേ ബി നീഡഡ് ടു ബി പ്ലേസിംഗ് ഫോർ അഡ്ജസ്റ്റിംഗ് ദ ടൂൾ സെന്റർ ഹൈറ്റ്. ഇപ്പൊ ടൂൾ സെന്റർ ഹൈറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് പാക്കിംഗ് പീസസോളോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഷിം എന്നോ, രണ്ടും പറയുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ പാക്കിംഗ് പീസസിന്റെ ഷിം പീസസിന്റെയോ അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ സെന്റർ ഹൈറ്റ് അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെന്റർ ഹൈറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഗതി കൂടെ ഉപയോഗിക്കുന്നതും കൂടെ അറിഞ്ഞിരിക്കുക. ഇത്രയും ക്ലിയർ അല്ലേ. ബ്രിട്ടീഷ് ടൈപ്പ് ടൂൾ പോസ്റ്റ് ഇതൊരു എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ടൂൾ പോസ്റ്റ് ആണ്. ആക്ച്വലി ടൂൾ പോസ്റ്റുകൾ പറയുമ്പോഴത്തേക്ക് 3 എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും പറയാം. സിംഗിൾ വേ, ഓക്കെ, സിംഗിൾ വേ പറഞ്ഞു. അതുപോലെ തന്നെ ഇൻഡെക്സിംഗ് ടൈപ്പ് അല്ലെങ്കിൽ 4 വേ ടൂൾ പോസ്റ്റ്. പിന്നെ ഇപ്പൊ നമ്മൾ ലാസ്റ്റത്തെ ഇതായിട്ട് പറഞ്ഞ എന്തായിരുന്നു, നമ്മുടെ ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ് എന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ടൂൾ പോസ്റ്റ് എന്നോ പറഞ്ഞ സാധനം. ഇത് 3 എണ്ണമാണ് നമുക്ക് മേജർ ആയിട്ട് പറയുന്നത്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഠിച്ചത് ബ്രിട്ടീഷ് ടൈപ്പ് എന്നാണ്. ബ്രിട്ടീഷ് ടൈപ്പ് ഓക്കെയാണോ? നോക്കാം. അത് നോക്കിയേ, ഇതേതാണ്, ഈ സാധനം ഏതാണ്, ഇത് ഏതാണ്? ആ ടൂൾ ഹോൾഡർ മാറ്റുന്ന അത്രേ ഉള്ളൂ കേട്ടോ. ക്വിക്ക് ചേഞ്ച് എവിടെ കണ്ടായിരുന്നോ, ടൂൾ എവിടെ ഇരിക്കുന്നത് കണ്ടായിരുന്നോ? കണ്ടല്ലോ. യൂണിവേഴ്സൽ അല്ലെങ്കിൽ അതിന് എന്താ പറയാ, നമ്മളതിൽ ഇരിക്കുന്ന ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ് എന്നാ പറയുന്നത്. ഓക്കെ, ആ ഹോൾഡർ അങ്ങ് മാറ്റി വയ്ക്കുക, അത്രേ ഉള്ളൂ. അതായത് ടോട്ടൽ സെറ്റപ്പിന്റെ അതായിരിക്കും ടൂൾ ഹോൾഡർ ക്ലാമ്പിംഗ് സ്ക്രൂ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ആ ഹോൾഡറിനെ ആയിരിക്കും നമ്മൾ ഓരോന്നിട്ട് മാറ്റി വയ്ക്കും. ഏതിനകത്ത്? ആ നിക്ക് ഞാൻ കാണിച്ചു. ആ ഒരു ടൂൾ മാത്രമേ ഉള്ളൂ. ഇതിന് നമുക്ക് സെന്റർ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഹോൾഡർ ഉണ്ടല്ലോ, അതായത് ടൂൾ ഇവിടെ ഉണ്ട്, അതിന്റെ ഹോൾഡർ ഇവിടെ ഉണ്ടെങ്കിൽ ആ ഹോൾഡറിനെ മാത്രം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഓൾറെഡി ഇതിന്റെ സെന്റർ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സെറ്റപ്പിനെ കൊണ്ടുവന്ന് വെക്കുക. ആ ഫ്രീക്വന്റ് ചേഞ്ച് ചെയ്താലും പ്രശ്നമില്ലല്ലോ. ആ അത് പണിയേണ്ട ആവശ്യമില്ലല്ലോ. അത് ഓൾറെഡി നമ്മൾ ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യാതൊരു രീതിയിൽ മാറ്റേണ്ട ആവശ്യമില്ല. അതിനല്ലേ സമയം പോണത്. 4 വേയിലാണെങ്കിൽ തിരിച്ചു വെച്ചാൽ മതി. 4 നമ്മളതിൽ ചുമ്മാ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും, പക്ഷെ തിരിച്ചു വെക്കാം. ആ 4 വലിയ പണിയില്ല. അതിൽ കൂടുതൽ വരുന്നാലല്ലോ പിന്നെ പ്രശ്നമാവും. അതെ അതെ. നോക്കാം. ഇത് ടൂൾ സെറ്റിംഗ് എന്നൊരു സാധനം കൂടി കൊടുത്തിട്ടുണ്ട്. ചുമ്മാ ഒന്ന് വായിച്ചിരിക്കാം. ഫോർ ഒപ്റ്റിമം കട്ടിംഗ് ദ എഫക്റ്റീവ് റേക്ക് ആംഗിൾ ആൻഡ് ക്ലിയറൻസ് ആംഗിൾ ഓഫ് ദ ക്ലാമ്പിംഗ് ടൂൾ മസ്റ്റ് ബി ഈക്വൽ ടു ആൻഡ് ഗ്രൗണ്ട് ആംഗിൾസ് ഓഫ് ദ ടൂൾ. Record clamping of the tool to have its axis perpendicular to the lathe axis with the tool tip at the workpiece center. എന്താ പറയാ, അതായത് ഇത് വർക്ക് പീസ് ഇങ്ങനെ, ഇതാണല്ലോ വർക്ക് പീസ്, ഇതാണ് നമ്മുടെ വർക്ക് പീസ്. ഇപ്പൊ വർക്ക് പീസിന്റെ നിങ്ങൾ ഇങ്ങനെ രണ്ട് ഇത് എടുക്കുകയാണെങ്കിൽ ഈ ആക്സിസിന്റെ ഈ ഒരു പോയിന്റ് നമ്മളിരിക്കുന്ന ടൂളിന്റെ സെന്റർ ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ ലൈൻ ആയിരിക്കണം, രണ്ടും ഒരൊറ്റ ലൈനിലായിരിക്കണം. എങ്കിൽ അതിനെയായിരിക്കും നമ്മൾ എന്തെന്ന് പറയാ, സെന്ററിങ് എന്ന് പറയാം. അത് ക്ലിയർ ആണ് ആ സാധനം. അതായത് നമ്മുടെ ഇരിക്കുന്ന വർക്ക് പീസ് ഉണ്ട്, ആ വർക്ക് പീസിന്റെ ആക്സിസ് ഇല്ലേ, ആക്ച്വലി വർക്ക് പീസിന്റെ ആക്സിസ് ഉണ്ട്, ആ ആക്സിസിന്റെ ഈ ലൈനും അതുപോലെ തന്നെ നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു ടൂൾ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ ടൂൾ ഇരിക്കുന്നതിന്റെ ഒരു പർട്ടിക്കുലർ ഈ ലൈൻ ഇല്ലേ, ഇത് രണ്ടും ഒരേ ലൈനിലായിരുന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ സെന്റർ ഹൈറ്റ് ആയി എന്ന് നമ്മൾ പറയത്തുള്ളൂ. അതിനെയായിരിക്കും നമ്മൾ ആക്ച്വലി സെന്റർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലോട്ട് എത്തുക. ഓക്കെ,
It is difficult to determine the effective angle of the tool when it is not set to the center height. അല്ലെ, ഇതിനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെന്റർ ഹൈറ്റിലോട്ട് നമ്മൾ കൊണ്ടുവന്ന് എത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആംഗിളുകളിൽ എല്ലാത്തിലും ഡിഫറൻസ് വരും. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ വാല്യൂസ് ഉണ്ടല്ലോ, അപ്പൊ ബേക്കറേക്ക് ആംഗിൾ എത്ര വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഒരെണ്ണം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇത് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് മാറുന്നത്, നമ്മൾ അടിക്കുന്ന ആ ഒരു ഇതിന്റെ ഷേപ്പുകളും കാര്യങ്ങളും ഒക്കെ വ്യത്യാസമായി പോകുന്നതാണ് പറയുന്നത്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെന്ററിങ് നടന്നിട്ടില്ലെങ്കിൽ എന്ത് പറ്റും, അതായത് ഓരോ ഓരോ ഡിഫക്റ്റുകൾ ഇല്ലേ, മറ്റേ പിപ്പ് അറ്റ് ദ സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡിഫക്റ്റുകൾ വരുന്നില്ലേ, പിപ്പ് അറ്റ് ദ സെന്റർ, കോൺകേവ്, കോൺവെക്സ് ഫേസിങ് എന്നങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ഡിഫക്റ്റുകൾ പഠിച്ചില്ലേ, നമ്മൾ പഠിക്കും ഡിഫക്റ്റുകളും കാര്യങ്ങളൊക്കെ പഠിക്കും, എന്നാലും ചുമ്മാ ഒന്ന് കേട്ട് വെച്ചു. അപ്പൊ ഇങ്ങനെ ഓരോ ഡിഫക്റ്റുകൾ വരുന്നില്ലേ, അപ്പൊ അങ്ങനെയുള്ള ഓരോ ഡിഫക്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? The tool nose can be set the work center by means of a tool holder with adjustable height. അപ്പോൾ നമുക്ക് വർക്കിന്റെ സെന്ററിലോട്ട് ഇദ്ദേഹത്തിന്റെ ടൂളിന്റെ അറ്റത്തിരിക്കുന്ന ആ ഒരു സാധനത്തിന്റെ പേരായിരിക്കും ടൂൾ നോസ്. ഈ ടൂൾ നോസിനെ പ്രോപ്പർ ആയിട്ട് ഒരു സെന്ററിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അഡ്ജസ്റ്റബിൾ ഹൈറ്റ്, അല്ല ഒരു അഡ്ജസ്റ്റബിൾ ഹൈറ്റ്, ഇപ്പം ബാക്കിംഗ് പീസസോ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ഹെൽപ്പോട് കൂടിയൊക്കെ ആയിരിക്കും നമ്മൾ ആക്ച്വലി ചെയ്യാൻ വേണ്ടി പോകുന്നത്. The tool nose can be set to the exact center height by placing the tool on the tool post on the shim അല്ലെങ്കിൽ പാക്കിംഗ് സ്ട്രിപ്പുകൾ. അപ്പൊ നമ്മൾ പറയുന്ന ഓരോ കൺസെപ്റ്റുകൾ നോക്കുക കേട്ടോ. അതായത് നോക്കിയേ, ഇതാണ് നമ്മുടെ ടൂൾ ഇരിക്കുന്നത്. ടൂളിന്റെ തിക്നെസ് ആക്ച്വലി പറയുന്നത് W ആയിരുന്നു. അപ്പൊ ആ W വെച്ചിട്ട് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന വർക്കിംഗ് സെന്ററിന്റെ അടുത്തോട്ട് പോലും എന്തെത്തത്തില്ല, നമ്മളതിൽ വേറെ ഒന്നുമില്ല അല്ലെ. ക്ലാമ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ടൂൾ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അടിയിലായിട്ട് ഇദ്ദേഹത്തിന്റെ സർഫസ് മാത്രം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇദ്ദേഹത്തിന്റെ സെന്ററിലോട്ട് എത്തത്തില്ല. അപ്പൊ അതിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഗെയിൻ എന്താ ഉപയോഗിക്കുന്ന, ഷിം അല്ലെങ്കിൽ പാക്കിംഗ് സ്ട്രിപ്പിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത്. അത് ക്ലിയർ ആണോ? ആ കാര്യം ക്ലിയർ അല്ലേ? ഓൾറെഡി അറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനമാണ്, എന്നാലും ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഷിം അല്ലെങ്കിൽ പാക്കിംഗ് പീസിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും സെന്റർ ഹൈറ്റ്. നമ്മൾ കോളേജിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നില്ലേ, ആ ഒരു സാധനമാണ് പറയുന്നത്. ക്ലിയർ ആണോ? ആ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി പാക്കിംഗ് പീസസുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. അതിന്റെ പേര് ആക്ച്വലി അതിന്റെ പേരാണ് പറഞ്ഞത്. അതിന്റെ പേര് നമ്മൾ ആക്ച്വലി പറയേണ്ടത് ഷിം അല്ലെങ്കിൽ പാക്കിംഗ് പീസ് എന്നായിരിക്കും ആക്ച്വലി പറയേണ്ടത്. പാരലുകൾ പാരലും ഓക്കെ സമ്മതിച്ച്, പക്ഷെ ആക്ച്വലി ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ് നമ്മളൊക്കെ ചെയ്ത് വേസ്റ്റ് ആയിട്ടുള്ള സാധനം. പാരൽ കുറച്ചുകൂടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണല്ലോ, പക്ഷെ ഇത് ഒരു വൃത്തിയുടെ സാധനം. ഇങ്ങനത്തെ ഐറ്റം തന്നെ, സെയിം ഐറ്റം തന്നെ, സെയിം എഫക്ട് വരുന്ന ഐറ്റം തന്നെ. ഇതിന്റെ പേര് ഇങ്ങനെയാണ് പറയുക. അത് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ മറ്റേ രണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ പാരലൽ എന്ന് പറഞ്ഞ സാധനത്തിന് ചെയ്തിട്ടുണ്ട്, ഇതും ചെയ്തിട്ടുണ്ട്. ആ പാരലിൽ തന്നെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് പാരലുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ. അതായത് ഈ മറ്റേ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്ന ഇതുണ്ട്, പിന്നെ ഇങ്ങനെയൊക്കെ വളഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു സാധനങ്ങളില്ലായിരുന്നു. കട്ട പോലത്തെ. മനസ്സിലായി. ഇനി ഇതിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത്, ഒരു കാരണവശാലും നമ്മുടെ ഷിമ്മിന്റെ പീസുകൾ എന്തിനെ കൂട്ടാം, നമ്മുടെ ഇരിക്കുന്ന ആ കട്ടിംഗ് ടൂളിന്റെ ലെങ്തിനെ കാട്ടി ഒരു കാരണവശാലും കൂടാൻ വേണ്ടി പാടില്ല. ആ കൺസെപ്റ്റ് ക്ലിയർ ആണോ നോക്കി. ഷിമ്മിന്റെ ലെങ്തുകൾ ഒരു കാരണവശാലും നമ്മുടെ ഇരിക്കുന്ന കട്ടിംഗ് ടൂൾ ഇല്ലേ, ആ കട്ടിംഗ് ടൂളിനെ കാട്ടിയും ലെങ്ത് കൂടാൻ വേണ്ടി പാടില്ല. അപ്പൊ ഒരു പർട്ടിക്കുലർ ലെങ്തിലോട്ടൊക്കെ അല്ലെങ്കിൽ ആ ഒരു അതിന്റെ റേഷ്യോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. എന്നാലും ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക, ഒരിക്കലും ലെങ്ത് കൂടാൻ വേണ്ടി പാടില്ല എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ ആണോ? ഷിമ്മിന്റെ ഷിം അല്ലെങ്കിൽ പാക്കിംഗ് പീസ് പറഞ്ഞില്ലേ, ആ പാക്കിംഗ് പീസിന്റെ ലെങ്ത് ഒരുപാട് കൂടാൻ വേണ്ടി പാടില്ല. ആരെ അപേക്ഷിച്ചിട്ട്, നമ്മുടെ കട്ടിംഗ് ടൂളിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് കൂടാൻ വേണ്ടി പാടില്ല. ഓക്കെ, നോക്കാം. The procedure follow is given below. Clean the tool post seating faces and place the shims on the seating faces. അതായത് നമ്മൾ ആ ടൂൾ വെക്കാൻ വേണ്ടി പോകുന്ന ആ ഫേസിനെ ആയിരിക്കും സീറ്റിംഗ് ഫേസ് എന്ന് അറിയപ്പെടുന്നത്. ആ സീറ്റിംഗ് ഫേസിന് നമ്മൾ ഇനിയിപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് സെന്റർ ഹൈറ്റിലോട്ട് എത്തുന്നില്ല. അപ്പൊ സെന്റർ ഹൈറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു തിക്നെസ് ഉള്ള ഷിം പീസുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു 1 വേണം, അല്ലെങ്കിൽ 2 വേണം, അല്ലെങ്കിൽ 3 ഷിമ്മുകൾ വെക്കുമ്പോൾ മാത്രമേ സെന്റർ ഹൈറ്റ് അഡ്ജസ്റ്റ് ആവുന്നുള്ളൂ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഷിം പീസസുകൾ മറ്റേ അവിടെ ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ നെയ്സിനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. യൂസ് എ മിനിമം നമ്പർ ഓഫ് ഷിംസ് ഫോർ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്. ഉണ്ടല്ലോ, നമ്മൾ വളരെ കുറച്ച്, ഇപ്പൊ നമുക്ക് 2 എണ്ണം വേണ്ട സ്ഥലത്താണെങ്കിൽ 2 എണ്ണം തന്നെ ഉപയോഗിക്കുക. ചിലപ്പോൾ 3 എണ്ണം വേണ്ട സ്ഥലത്ത് ചിലപ്പം 2 എണ്ണം, അല്ലെങ്കിൽ അത് ഒരുപാട് പീസസുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ഒരുപാട് ഒരു 10 എണ്ണം ഒക്കെ വെച്ച് ഒരിക്കലും ഇതാക്കിക്കരുത്, ഒരു അടുക്ക് പോലെ വെക്കരുതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ തിക്നെസ് കൂടിയതായിട്ടുള്ള ഒരു സാധനത്തിനെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഒരു 5 എണ്ണം വെക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് തിക്നെസ് കൂടുതലായിട്ടുള്ള ഒരു ഷിം പീസ് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടുവന്ന് വെക്കുന്നതായിരിക്കും നല്ലത്.
അപ്പൊ ഒരുപാട് പീസസ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിജിഡിറ്റി അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഷിം മസ്റ്റ് ബി ഫ്ലഷ്ഡ് വിത്ത് ദ എഡ്ജ് ഓഫ് ദ സീറ്റിംഗ് ബേസ് അല്ലെ, അപ്പൊ ഫ്ലഷ് ചെയ്തിരിക്കണം, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറിയാൻ വേണ്ടി പാടില്ല എന്നുള്ള രീതിയിൽ അല്ലെ, ഫ്ലഷ് ചെയ്ത് അതുമായിട്ട് അങ്ങനെ ഒരു ഭയങ്കര രീതിയിൽ ഒരു അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ അങ്ങ് കൊണ്ടുവന്ന് വെക്കാനാണ് പറയുന്നത്. പ്ലേസ് ദ ടൂൾ ഇൻ ദ ടൂൾ പോസ്റ്റ് ഓൺ ദ ഷിം അല്ലെ, നമുക്ക് ഷിമ്മിന്റെ പുറത്തായിരിക്കും നമ്മൾ എന്തിനാ കൊണ്ടുവന്ന് വെക്കുക, ദ ടൂൾ ഇൻ ദ ടൂൾ പോസ്റ്റ് ഓൺ ദ ഷിമ്മിന്റെ പുറത്ത് അങ്ങനെ കൊണ്ടുവെക്കാം. വിത്ത് ദ റിയർ ബട്ടിങ് അഗെയിൻസ്റ്റ് ദ വാൾ ഓഫ് ദ സീറ്റിംഗ് ബേസ്. അപ്പൊ ഇതിന്റെ സീറ്റിംഗ് ബേസിന്റെ ഇതില് അതുമായിട്ടല്ലേ, ഇതുമായിട്ട് ഇൻ കോണ്ടാക്ട് വരുന്ന ഫിഗർ 3 കാണിക്കുന്ന പോലെ ഇതിനെ ഇൻ കോണ്ടാക്ട് വരുന്ന രീതിയിൽ ഷിംബീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് മാത്രം പറയുന്നതാണ് കേട്ടോ. എങ്ങനെയാണ് ടൂളിനെ ടൂൾ പോസ്റ്റിലോട്ട് കൊണ്ടുവന്ന് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ള കൺസെപ്റ്റ് ആണ്. ഇതൊക്കെ കേട്ട് വെച്ചിരിക്കുക, എന്താണെന്നുള്ള സാധനം മാത്രം അറിഞ്ഞു തന്നാൽ ഓക്കെ. ഇത് ഫ്ലഷ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്ന് വെക്കണം ഷിമ്മ്. അത് പോരാത്തിന് അതിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നത്, നമ്മളിരിക്കുന്ന ആ ഒരു ടൂൾ അല്ലേ, ടൂള് ഇതിനെ പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ. ഇനി ദ അൺസപ്പോർട്ടഡ്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റ്. ദ അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് ദ ഓവർഹാങ്ങിങ് എൻഡ് ഓഫ് ദ ടേണിംഗ് ടൂൾ. അപ്പൊ ടേണിംഗ് ടൂളിന്റെ ഇതിൽ അൺസപ്പോർട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പർട്ടിക്കുലർ ലെങ്ത് അല്ലെങ്കിൽ ഓവർഹാങ്ങിങ് എൻഡ് ഓഫ് ദ ടേണിംഗ് ടൂൾ ഷുഡ് ബി കെപ്റ്റ് ടു എ മിനിമം. അപ്പൊ ആസ് എ റൂൾ ദ ഓവർഹാങ്ങിങ് ലെങ്ത് ഓഫ് ദ ടൂൾ ഈസ് ഈക്വൽ ടു ദ ടൂൾ ഷാങ്ക് വിഡ്ത്ത് ഇൻടു 1.5. അപ്പം ഒരു കാരണവശാലും നമ്മളെ ഇതിൽ അല്ലെ ഓവർഹാങ്ങിങ് ലെങ്ത് അല്ലെ, ഓവർഹാങ്ങിങ് ലെങ്ത് എന്ന് അറിയപ്പെടുന്ന അൺസപ്പോർട്ടഡ് ആയിരിക്കുന്ന ഓവർഹാങ്ങിങ് ലെങ്ത് ഓഫ് ദ ടൂൾ എന്ന് അറിയപ്പെടുന്നത് ഒരു കാരണവശാലും ടൂൾ ഷാങ്ക് വിഡ്ത്തിനെക്കാട്ടും 1.5 അത്ര അതിനെക്കാട്ടും കുറഞ്ഞിരിക്കുന്നതാണ്. ഈസ് ഈക്വൽ ടു ഏറെക്കുറെ എത്രയാണ്, ടൂൾ ഷാങ്ക് വിഡ്ത്തിന്റെ 1.5 ആയിരിക്കണം. വേണ്ട ഒന്നും പഠിക്കണ്ട, ചുമ്മാ കേട്ട് വെച്ചിട്ട്. ടൈറ്റൻ ദ ടൂൾ വിത്ത് ദ സെൻട്രൽ സ്ക്രൂ ഓഫ് ദ ടൂൾ പോസ്റ്റ്. ടൂൾ പോസ്റ്റിന്റെ സെൻട്രൽ സ്ക്രൂ ഉണ്ടെങ്കിൽ ആ സെൻട്രൽ സ്ക്രൂവിന്റെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനെ പ്രോപ്പർ ആയിട്ട് ഇതാക്കുക, അതായത് സ്ക്രൂയിങ് ചെയ്യിപ്പിക്കുക, ടൈറ്റൻ ചെയ്യിപ്പിക്കുക. ഇനി ചെക്ക് ദ സെൻട്രൽ ഹൈറ്റ് വിത്ത് ഹൈറ്റ് സെറ്റിംഗ് ഗേജ് അല്ലെ, ഹൈറ്റ് സെറ്റിംഗ് ഗേജ് ഉണ്ട്, അതിന്റെ ഹെൽപ്പോട് കൂടി ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സെൻട്രൽ ഹൈറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. റിമൂവ് ഓർ ആഡ് ഷിംസ് ആൻഡ് ചെക്ക് ദ ഹൈറ്റ് വിത്ത് വെൻ ദ ടൂൾ ഈസ് ടൈറ്റൻഡ് ബൈ എ സെൻട്രൽ സ്ക്രൂ. അപ്പൊ എഗൈൻ ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചിലപ്പം ഷിം ഒരെണ്ണം ആഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആഡ് ചെയ്യുക, ഷിം എഗൈൻ എടുത്ത് കളയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എടുത്ത് പ്രോപ്പർ ആയിട്ട് കളയുക, കളഞ്ഞതിന് ശേഷം പ്രോപ്പർ ആയിട്ട് ഇത് ചെയ്യാനാണ് പറയുന്നത്. ഇത് ക്ലിയർ അല്ലേ, ഈ സാധനം ക്ലിയർ അല്ലേ? ഇനി അടുത്ത ടൈറ്റൻ ദ അതർ ടു ഹോൾഡിംഗ് സ്ക്രൂസ് ആൾട്ടർനേറ്റീവ്ലി അപ്ലൈ ദ സെയിം എമൗണ്ട് ഓഫ് പ്രഷർ. അപ്പം ഇതില് എഗൈൻ ആദ്യം സെൻട്രൽ സ്ക്രൂ ടൈറ്റ് ചെയ്യണം, പിന്നെ ബാക്കി ഇരിക്കുന്ന രണ്ട് സൈഡിൽ ഇരിക്കുന്ന രണ്ട് സ്ക്രൂസ് ഉണ്ടെങ്കിൽ അതിനെയും കൂടെ ടൈറ്റ് ചെയ്യുക, പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള പ്രഷർ അപ്ലൈ ചെയ്യുക, പരിപാടി വെക്കുക. വെൻ ബോത്ത് ദ സ്ക്രൂസ് ഹാവിംഗ് ഫുള്ളി ഗ്രിപ്പിംഗ് പ്രഷർ ടൈറ്റൻ ദ സെൻട്രൽ സ്ക്രൂ ഫുള്ളി. എന്നിട്ട് ബാക്കി രണ്ട് സൈഡിൽ ഇരിക്കുന്ന സ്ക്രൂസിനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇതിലോട്ട് എത്തിയ ശേഷം നടുക്കിരിക്കുന്ന സാധനത്തിനെ നല്ല ഫുള്ളി ടൈറ്റൻ ചെയ്ത് വെച്ച് കൊടുക്കുക. ചെക്ക് ഓൺസ് അഗൈൻ വിത്ത് ദ ടൂൾസ് ഹൈറ്റ് സെന്റർ ഗേജ് അല്ലെ, നമുക്ക് ടൂൾ ഹൈറ്റിന്റെ സെന്റർ ഗേജ് ഉണ്ടെങ്കിൽ ആ സെന്റർ ഗേജ് വെച്ചിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ ഇതിനകത്ത് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. The gauge should be made according to the size of the machine. If a gauge is not available, use a surface gauge and set the pointer tip to the dead center height fixed in the tail stroke. Say height to which the tool is to be. നമുക്ക് വേണമെങ്കിൽ എന്തും കൂടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് സർഫസ് ഗേജ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, സർഫസ് ഗേജ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സാധനമാണ്. സർഫസ് ഗേജ് എന്നുള്ള സാധനം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇതിന്റെ സെന്റർ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നാമത്തെ സംഗതി എന്ന് അറിയപ്പെടുന്നത് നമ്മളെ ഒരു സെന്റർ ഹൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സെന്റർ ഹൈറ്റ്, അതായത് ടൂൾ ഹൈറ്റ് സെറ്റിംഗ് ഗേജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതുപോലെ സെന്റർ ഹൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഗേജ്, ഇങ്ങനെ ഒരു സാധനം കണ്ടില്ലേ, ഏതോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടോ അല്ലെ, ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ഇതാണ് ആ ഒരു സെന്റർ ഹൈറ്റ് ഗേജ് എന്ന് പറഞ്ഞ സാധനം, ഇങ്ങനെ ഒരു സാധനം കണ്ടില്ലേ, ആ സെന്റർ ഗേജ്. ആ അതെ, ഈ സെന്റർ ഗേജിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് വേണമെങ്കിൽ ഇതാക്കാം. അല്ലെങ്കിൽ നമ്മുടെ സർഫസ് ഗേജ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ, ഇങ്ങനെ ഒരു കുറ്റി പോലത്തെ സാധനം ഉണ്ടല്ലോ, സർഫസ് ഗേജ്, ഇങ്ങനെ ഏതിനകത്താണ്, അല്ല ഒന്നെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം, സെന്റർ ഹൈറ്റ് ഗേജ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കാം. അല്ലെങ്കിൽ നോക്കിയേ നമുക്ക് യൂസ് ചെയ്യ സർഫസ് ഗേജ്, അടുത്തൊരു സാധനമാണ് സർഫസ് ഗേജ്, വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് സർഫസ് ഗേജ് ഒരു കുറ്റി വരുന്നില്ലേ, കുറ്റി ഗേഡ് പിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ഇതാക്കാൻ, അത് വേറൊരു സാധനം ഉണ്ടല്ലോ, അപ്പൊ അത് വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് അപ്പം ഇഫ് ഗേജ് ഇസ് നോട്ട് അവൈലബിൾ, അത് ഉദ്ദേശിക്കുന്നത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെന്റർ ഗേജ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ സർഫസ് ഗേജ് ആൻഡ് സെറ്റർ പോയിന്റ് ടു ഡെഡ് സെന്റർ അല്ലെ, ഡെഡ് സെന്റർ, അതായത് നമുക്ക് നമ്മുടെ ഇരിക്കുന്ന ടെയിൽ ഷോക്കിന്റെ സെന്ററിനെ ആയിരിക്കും നമ്മൾ ആക്ച്വലി എന്തെന്ന് അറിയപ്പെടുന്നത്, ഡെഡ് സെന്റർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഡെഡ് സെന്ററിന്റെ ഹൈറ്റ് ഇതിനകത്ത് നമുക്ക് മെഷർ ചെയ്ത്, അല്ലെങ്കിൽ ഇതിനെ ഒരു ഇത് പോയിന്ററിലോട്ട് നമ്മൾ കൊണ്ടുവന്ന് എത്തിച്ചതിന് ശേഷം ഇതേ പോയിന്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ടൂളിന്റെ ഹൈറ്റിലോട്ട് അല്ലെ, ടൂൾ എവിടെയാണ് ഇരിക്കുന്നത് ആ ടൂളിന്റെ ടിപ്പിന്റെ ഹൈറ്റിലോട്ട് കൊണ്ടുവന്ന് വെക്കും. അത് വെച്ചിട്ട് വേണമെങ്കിൽ മെഷർ ചെയ്യാം. എന്നാൽ അപ്പോൾ ടൂളിന്റെ ടിപ്പിനെ വേണമെങ്കിൽ താത്തണോ മേളിൽ പൊക്കണോ എന്നുള്ള സാധനം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ചുമ്മാ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ നോക്കി വെച്ചേക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ സംഗതി ക്ലിയർ അല്ലേ? ഏതൊക്കെ ഉപയോഗിക്കാം, ഏതൊക്കെ ഗേജുകൾ ഉപയോഗിക്കാം എന്നുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം പഠിച്ചു വെച്ചേക്കാം.
സെന്റർ ഹെഡ് ഗേജ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇരിക്കുന്ന ആ ഒരു സർഫാസ് ഗേജിന്റെ ഹെൽപ്പോട് കൂടിയും ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ടൂൾ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ടൂൾ പഠിക്കുന്ന സമയത്ത് ബേസിക് ടൂളിനകത്ത് ഈ സർഫാസ് ഗേജ് പഠിക്കുന്നതായിരിക്കും.